എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ 2 സിമ്പിൾ റെസിപ്പിയും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളുമാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ പിസ്സ ഉണ്ടാക്കാം. വെജിറ്റബിൾ പിസ്സ. ഇത് സാധാരണ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. ഇത് ഉണ്ടാക്കുന്നത് വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ വെച്ചാണ്. വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ലിങ്ക് താഴെ ഷെയർ ചെയ്തേക്കാം. തവ ചൂടായി കഴിയുമ്പോൾ വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു പരത്തി അതിൻ്റെ മുകളിൽ 1 സ്പൂൺ നെയ്യാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഒന്ന് പതുക്കെ വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചു. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ മുകൾ ഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം. ഇതിൽ ഞാൻ എക്സ്ട്രാ പിസ്സ സോസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് സാധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് സവാള ചെറുതായിട്ട്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതേപോലെ തന്നെ തക്കാളി, ചെറിയ തക്കാളി, അതിൻ്റെ കുരുക്കളൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും സ്പ്രെഡ് ചെയ്യാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ചീസാണ് ആഡ് ചെയ്യേണ്ടത്. ഇതേപോലെ ചീസ് ഇതിൻ്റെ മുകളിൽ പതുക്കെ സ്പ്രെഡ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും ചീസൊക്കെ മെൽറ്റായി തുടങ്ങും. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മൈദയൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ബാക്കി വരുന്ന വെള്ളയപ്പത്തിൻ്റെ മാവോ ദോശമാവോ കൊണ്ട് നമുക്ക് ഇതേപോലെ പിസ്സ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷേക്ക്. 2 കപ്പ് പാല് ഞാൻ ഐസാക്കി എടുത്തതാണ്. തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കി എടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഒരു പഴം, ചെറുപഴമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാലിപ്പൂവൻ പറയാം പേര്. പാളയംകോടൻ ആകുമ്പോൾ ഇത്തിരി പുളി കൂടും. ഇനി അതിലേക്ക് 1 സ്പൂൺ പീനട്ട് ബട്ടറാണ്. കപ്പലണ്ടിയോ കാഷ്നട്ട് ബദാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് അതിലേക്ക് പൊടിച്ചിടാം. പിന്നെ 1 സ്പൂൺ ബൂസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഇതിലേക്ക് 1 സ്പൂൺ ചേർത്തത്. 2 സ്പൂൺ വാനില ഐസ്ക്രീമും ചേർത്ത് നമുക്കിത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് പതുക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് ഈ ഷേക്ക് ഒഴിക്കുക. വാനില ഐസ്ക്രീം അതിൻ്റെ മുകളിൽ 1 സ്കൂപ്പ് ഇടുക. ട്യൂട്ടി ഫ്രൂട്ടി ഡെക്കറേഷന് വേണ്ടി ട്യൂട്ടി ഫ്രൂട്ടി, ചോക്ലേറ്റ് ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്തതാണ്. അതും ഡെക്കറേറ്റ് ചെയ്യാൻ ഇതേപോലെ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഷേക്കും ഇവിടെ റെഡിയായി. ഇതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാം. മഞ്ഞപ്രയിൽ മഹേഷിൻ്റെ വീട്. അവിടെ ആൾ സെറ്റ് ചെയ്തൊരു മീൻ വളർത്തുന്നൊരു ചെറിയ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ചെറിയ കുളമാണ് കേട്ടോ. അവിടെ ആമ്പലും പിന്നെ ചെറിയ ചെറിയ മീനുകളുമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അതിൻ്റെ അടുത്ത് തന്നെ ഇതിലും വലിപ്പത്തിലൊരു കുളമുണ്ട്. ഇതാണത്. അതിലേക്ക് ഇലകളൊക്കെ മുകളിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് വല ഇട്ടേക്കുന്നത്. അതേപോലെ വലിയ മീനുകളാണ് ഈ കുളത്തിലുള്ളത്. അപ്പം അടുത്ത് പിടിച്ച കാരണം നമുക്കധികം കാണിക്കാൻ പറ്റിയില്ല. പറഞ്ഞിട്ട് കൊടുത്തില്ല.
ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് നോക്കിയേ എന്നെ കണ്ട. അപ്പം ഞങ്ങളൊരു കുട്ടിപ്പട്ടാളമൊക്കെ ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. കുട്ടികൾക്കൊരു സന്തോഷമാവുമല്ലോ മീനൊക്കെ കാണുമ്പോഴും മീൻ പിടിക്കാനൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ. ഇറക്കാൻ സമ്മതിച്ചില്ല, ഒക്കെ കൊളാക്കും, അല്ലെങ്കിൽ തന്നെ കൊളാം. അപ്പം നമുക്ക് വേണ്ടി മീൻ പിടിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വലയൊക്കെ മാറ്റുന്നതാണ്. രണ്ടുപേര് വേണം മോളെ, അതാണ് ഏറ്റവും വലിയ പാടുകൂടെ. ആ ഇതില് കുളിക്കാൻ നല്ല സുഖം ഉണ്ടാവും. ഒന്നാമത്തെ സുഖമാണ് ഇതില് കുളിക്കാൻ മോളെ. പറ്റിയാളെ മീൻ പിടിക്കാൻ അടി കൂടെ പോട്ടെ. അങ്ങനെ പിടിച്ചോ പിടിച്ചോ. ഒറ്റ കിട്ടി. കാണില്ല അവന് പരിചയം. പിടിക്കാൻ പറ്റില്ലേ കൈ കൊണ്ട്? കപ്പ ആദ്യമായിട്ട് ചാക്കില് വെച്ച് ഉണ്ടാക്കുന്നത്. ഇത് മുരിങ്ങ. മുന്തിരി അതാ വെള്ളം മോട്ടർ. തയ്യായിട്ട് കിട്ടും. അത് കടല കപ്പലണ്ടി ഇല്ലേ, കപ്പലണ്ടി അപ്പൊ ഉണ്ടായത് എന്താ കപ്പലണ്ടി. വെയില് വെയില്. ഉരുളക്കിഴങ്ങ് ഏത് ഏത് ഉരുളക്കിഴങ്ങൊക്കെ പോയി തുടങ്ങിയത്. എങ്ങനെ നടും? വെറുതെ ഈ മുള വന്നതൊക്കെ ഞങ്ങള് നട്ടുപിടിപ്പിക്കും. മീൻ്റെ ആ വെള്ളം പച്ചക്കറിക്ക് ഒഴിക്കുന്ന ഏറ്റവും നല്ലൊരു വളമാണ്. അപ്പോൾ മാലതി ചേച്ചി മഹേഷിൻ്റെ അമ്മയുടെ പച്ചക്കറി കൃഷിയും കൂടിയാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ടു മഹേഷ് ആൻഡ് ഫാമിലി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. എല്ലാവർക്കും നന്ദി.